ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 10ാം ക്ലാസ്സിൻ്റെ കെമിസ്ട്രിയാണ്. 10ാം ക്ലാസ്സിൻ്റെ കെമിസ്ട്രി ഇംഗ്ലീഷ് മീഡിയം ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസിൻ്റെയും ആൻസർ കീ നമ്മുടെ ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പൗസ് ചെയ്ത് വെച്ച് കാണാൻ ശ്രമിക്കുക. ക്വസ്റ്റ്യൻസ് കഴിഞ്ഞതിന് ശേഷം ആൻസേഴ്സ് അങ്ങനെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ ക്ലാസ് തുടങ്ങും മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നോക്കാം. First question, the product of electrolysis of aqueous NaCl are. NaCl എന്താ? സോഡിയം ക്ലോറൈഡ് ആണ്. അതിൽ പ്രോഡക്റ്റ് എന്തൊക്കെയാണ്? H2Cl2 ആൻഡ് NaOH. ഓപ്ഷൻ സി ആണ് കറക്റ്റ്. ഇനി അടുത്തത് 2 സ്റ്റേറ്റ്മെന്റ്സ് ആർ ഗിവൺ ആണ്. സ്റ്റേറ്റ്മെന്റ് 1, octyl ethanoate has the smell of pineapple. Statement 2, for preparing octyl ethanoate, ethanol and octanoic acid are needed. Which are the following is correct regarding the given statements? അപ്പോൾ ഇതിൽ ഏതാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സ്റ്റേറ്റ്മെന്റ് 1 is correct, but statement 2 is incorrect. Okay. അടുത്തത് മാച്ച് ദി ഫോളോയിങ് ആണ്. മാച്ച് ദി ഫോളോയിങ്ങിൽ ഓപ്ഷൻ സി ആണ് കറക്റ്റായിട്ട് വരിക. A4 ആണ്. അതായത് 17 gram NH3 എന്ന് പറയുന്നത് 6.022 × 10⁻23 മോളിക്യൂൾസ് ആണ്. അതുപോലെ തന്നെ B3 ആണ്. 88 ഗ്രാമിൻ്റെ വരുന്നത് 44.8 ലിറ്റർ ആണ്. അതേപോലെ തന്നെ C1 ആണ് കേട്ടോ. 14 ഗ്രാം നേരെ 6.022 × 10⁻23 ആറ്റംസിലേക്ക് മാർക്ക് ചെയ്യുക. ഓപ്ഷൻ സി ആണ് കറക്റ്റ്. അതുപോലെ തന്നെ നാലാമത് അസേഷനും റീസണും തന്നിട്ടുണ്ട്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ അല്ലെങ്കിൽ ഓപ്ഷൻ സി വരാം കേട്ടോ. അപ്പോൾ അത് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓപ്ഷൻ എ അല്ലെങ്കിൽ ഓപ്ഷൻ സി വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇത് രണ്ടും പറയുന്നത്. ഇവിടെ ഞാനിപ്പോൾ മാർക്ക് ചെയ്തിരിക്കുന്നത് ബോത്ത് എ ആൻഡ് ആർ കറക്റ്റ്, ബട്ട് ആർ ഇസ് നോട്ട് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ എന്നാണ്. ശരിക്കും ഇതാണ് വരേണ്ടത്. പക്ഷെ ചില സമയത്ത് അത് മാറാനുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പം നിങ്ങളിത് ചിലപ്പോൾ ഓപ്ഷൻ സി ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം നിങ്ങളതൊന്ന് റീചെക്ക് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. ബോത്ത് എ ആൻഡ് ആർ കറക്റ്റ് ആൻഡ് ആർ ഇസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ എന്നും വരാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ നോട്ട് കറക്റ്റ് എക്സ്പ്ലനേഷൻ എന്നും വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ എ ഓർ സി ആവാൻ ചാൻസ് ഉണ്ട്. ഇനി 5 പെൻറ്റനാലിൽ എങ്ങനെയാണ് സ്ട്രക്ചറൽ ഫോർമുല? CH3 CH2 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 CHO. ഈ CH3 എന്ന് പറയുന്നത് നിങ്ങൾ എഴുതുമ്പോൾ ഈ അടിയിലായിട്ടാണ് എഴുതേണ്ടത് കേട്ടോ. എനിക്കത് നമ്മുടെ സിസ്റ്റത്തിൽ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ എഴുതാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് CH3 CH2 അടിയിലാണ് CH2O ആണെങ്കിലും 3 ആണെങ്കിലും എഴുതേണ്ടത് കേട്ടോ. CHO അതൊന്ന് നോട്ട് ചെയ്യുക. ഈ സ്ട്രക്ചറൽ ഫോമിൽ എഴുതുമ്പോൾ അങ്ങനെയാണ്. ഇതും അതുപോലെയാണ്. CH3C, ട്രിപ്പിൾ ബോണ്ട് C, സിംഗിൾ ബോണ്ട് CH2 CH3. ഇതും ഇതുപോലെ അടിയിലാണ് ഈ 2ഉം 3ഉം എഴുതേണ്ടത്. പെൻറ്റ് 2 അയൺ. അടുത്ത 6, 2 സ്റ്റേറ്റ്മെന്റ്സ് റിഗാർഡിംഗ് എ പെർട്ടിക്കുലർ ബ്ലോക്ക് ഓഫ് എലമെന്റ്സ് ആർ ഗിവൺ ബിലോ. ഫസ്റ്റ്, ദേ ആർ നോൺ as ഇന്നർ ട്രാൻസിഷൻ എലമെന്റ്സ്. 2, ഫില്ലിംഗ് അപ്പ് ഓഫ് ഇലക്ട്രോൺസ് ടേക്സ് പ്ലേസ് ഇൻ ആന്റി പെനൾട്ടിമേറ്റ് ഷെൽ. Which is the block of elements described here? Write any one characteristic property of the elements belong to this block. അപ്പോൾ ആറാമത്തെ ചോദ്യത്തിന് ഉത്തരം വരുന്നത് 6 എഫ് ബ്ലോക്ക് എലമെന്റ്സ് ആണ്. 6A ഉത്തരം എഫ് ബ്ലോക്ക് എലമെന്റ്സ്. 6Bയുടെ ഉത്തരം എനി വൺ പ്രോപ്പർട്ടി ഓഫ് എഫ് ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറയണ്ടല്ലോ. അതിൽ നമുക്ക് 3 നമ്മൾ എഴുതിയിട്ടുണ്ട്. ഇന്നർ ട്രാൻസിഷൻ എലമെന്റ്സ് ആണ്. ദേ ആർ സ്ട്രോങ് മാഗ്നറ്റ്സ്, വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഓക്കെ. ഇനി അടുത്തത് 7th ക്വസ്റ്റ്യൻ നോക്കൂ. ഇതാണ് ക്വസ്റ്റ്യൻ. ദ n+1 വാല്യൂ ഓഫ് 2 ഓർബിറ്റൽസ് ഈസ് 5 ഈച്ച്. വൺ ഓഫ് ദ ഓർബിറ്റൽസ് ഹാസ് 5 ഓറിയന്റേഷൻ ആൻഡ് ദ അതർ ഹാസ് 3 ഓറിയന്റേഷൻസ്. ഐഡന്റിഫൈ ദ ഓർബിറ്റൽസ് വിച്ച് ഓഫ് ദം ഹാസ് ഹയർ എനർജി. എക്സ്പ്ലെയിൻ ദ റീസൺ ആണ്. അപ്പോൾ 7A എ ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത് ഇവിടെ ഓർബിറ്റൽസ് 3D ആൻഡ് 4P ആണ്. ദെൻ ബിയുടെ ആൻസർ 7Aയുടെ ബിയുടെ ആൻസർ വരുന്നത് 4P ഓർബിറ്റൽ has higher energy, since when n+1 is n+L is same, orbital with higher n has higher energy. അടുത്തത് ബി ക്വസ്റ്റ്യൻ ഉണ്ട്, നിങ്ങൾ നോക്കിക്കോളൂ. ബിയുടെ ക്വസ്റ്റ്യൻ ഇതാണ്. 7B. ഇവിടെ ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്. ഷെൽ നെയിം എമ്മും നമ്പർ ഓഫ് ഓറിയന്റേഷൻ 5ഉം ഷെൽ നെയിം എന്നും നമ്പർ ഓഫ് ഓറിയന്റേഷൻ 1ഉം. റെപ്രസെന്റ് ദ ഗിവൺ സബ്ഷെൽസ്. റൈറ്റ് ദ മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ദാറ്റ് ക്യാൻ ബി അക്കോമഡേറ്റഡ് ഇൻ ഈച്ച് ഓഫ് ദീസ് ആണ്. അപ്പോൾ 7Bയുടെ എയുടെ ആൻസർ വരുന്നത് സബ്ഷെൽസ് 3D ആൻഡ് 4S ആണ്. ബിയുടെ ആൻസർ 7Bയിലെ ബിയുടെ ആൻസർ ദ മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ 3D സബ്ഷെൽ ഇൻ 10 ആൻഡ് ഇൻ 4S. അപ്പോൾ ഈ 3Dയുടെ
10 ആണ്, 4s സബ്ഷനിൽ 2 ആണ് കേട്ടോ. അപ്പോൾ പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, എന്തെങ്കിലും നമ്മൾ ഈ ചെയ്യുന്നതിൽ വല്ല മിസ്റ്റേക്കും വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് എവിടെയെങ്കിലും തെറ്റുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾ അതൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പെട്ടെന്ന് ചെയ്യുന്നതാണ്, ചിലപ്പോൾ എവിടെയെങ്കിലും ടൈപ്പിംഗ് മിസ്റ്റേക്കോ ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് പിൻ ചെയ്ത് വെക്കുന്നതായിരിക്കും. 8A ആണ് അടുത്ത ചോദ്യം. വാട്ട് ഈസ് എ ഫ്യൂവൽ സെൽ? 8B റൈറ്റ് വൺ അഡ്വാൻറ്റേജ് ഓഫ് ഫ്യൂവൽ സെൽ ആണ്. അപ്പോൾ 8Aയുടെ ആൻസർ വരുന്നത്, ഫ്യൂവൽ സെല്ലിൻ്റെ ക്വസ്റ്റിൻ്റെ ആൻസർ കൺവേർട്സ് കെമിക്കൽ എനർജി ഡയറക്ട്ലി ഇൻ ടു ഇലക്ട്രിക്കൽ എനർജി ആണ്. ഇനി ഇതിൻ്റെ അഡ്വാൻറ്റേജ് ആണ് ഹൈ എഫിഷ്യൻസി, എക്കോ ഫ്രണ്ട്ലി. 8Aയുടെയും Bയുടെയും ഉത്തരമാണ് ഇപ്പോൾ പറഞ്ഞത്. ഇനി അടുത്തത് നമുക്ക് 9ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, 9A. അതിൽ 9Aയും 9Bയും ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം 9A എന്താണെന്ന് നോക്കാം. എ സാച്ചുറേറ്റഡ് ഓർഗാനിക് കോമ്പൗണ്ട് ഹാവിംഗ് 4 കാർബൺ atoms and an OH functional group in a molecule shows position isomerism. A. Write the structure of a pair of position isomers fulfilling these conditions. B. Write the structure of a functional isomer of this compound. അപ്പോൾ 9Aയുടെ A ക്വസ്റ്റ്യൻ്റെ ആൻസർ പൊസിഷൻ ഐസോമർ ആണ്. അത് CH3 CH2 CH2 CH2OH ആണ്. ആൻഡ് 2 ഉണ്ട്, CH3 CH2 CHOH ഓർ CH3. ഈ CH3 എന്നൊക്കെ പറയുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞു കേട്ടോ. അടിയിലാണ് ഈ 3 എഴുതേണ്ടത്. എനിക്കിതിൽ അടിയിൽ ചെയ്യാൻ പറ്റില്ല. അപ്പം നിങ്ങളത് അതുകൊണ്ടാണ് അതിൻ്റെ കൂടെ തന്നെ എഴുതി വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളത് തെറ്റാന്ന് പറയണ്ട. ഈ CH2 CH3 ഒക്കെ ഈ Hൻ്റെ അടിയിലാണ് 2ഉം 3ഉം ഒക്കെ മാർക്ക് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ ഇവിടെ CH2OH കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെയാണ് ഇതും വരിക. ഈ 3 അടിയിൽ, ഈ 2 അടിയിൽ, 3 അടിയിൽ. ഇനി അടുത്ത Bയുടെ ആൻസർ ഫങ്ഷണൽ ഐസോമർ ആണ്, CH3 CH2O CH2 CH3. ഇനി 9B ക്വസ്റ്റ്യൻ ഉണ്ട്, ഓറാണ് 9B. അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ പെൻറ്റാൻ 2 1 ആണ്. അപ്പോൾ CH3 CH2 CO CH2 CH3 പെൻറ്റ് 2ലാണ് കാട്ടേണ്ടത്. അപ്പോൾ രണ്ടാമത്തേൽ നമ്മളിവിടെ പെൻറ്റ് 2 1 കാട്ടിയിട്ടുണ്ട്. നെക്സ്റ്റ് വരുന്നത് പെൻറ്റാൻ 3 1 ആണ്. അപ്പോൾ നമ്മൾ അതും കാണിക്കുക, CH3 CO CH2 CH2 CH3. ഇതിൽ പെൻറ്റാൻ 2ൻ്റെ ആൻസർ ചെറിയൊരു ചേഞ്ച് ഉണ്ടാവും, നോക്കട്ടെ മാറ്റി എഴുതാൻ. പെൻറ്റാൻ 2ൽ വരുമ്പോൾ CH3 നമ്മൾ ഇവിടെ CH2 ഇല്ലേ, ഇത് 2ൽ കാണിക്കേണ്ടതാണ്. പെൻറ്റാൻ 2 പറയുമ്പോൾ ഇത് വേണ്ട കേട്ടോ. ഞാനൊന്ന് കറക്റ്റായി എഴുതി കാണിക്കാം. അത് നമ്മൾ ടൈപ്പ് ചെയ്തപ്പോൾ രണ്ടും ഒരുപോലെ വന്നതാണ്. CH3 സിംഗിൾ ബോണ്ട്, അതുപോലെ ഇവിടെ കൊടുത്തോളൂ CO, ദെൻ CH2 CH2 CH3. ഓക്കെ, അത് ടൈപ്പ് ചെയ്തപ്പോൾ വന്ന മിസ്റ്റേക്കാണ്, സോറി. ഇത് വേണ്ട, ഞാൻ ഈ മേലെ എഴുതിയിരിക്കുന്നത് എഴുതിക്കോളൂ കേട്ടോ. CH3 CO CH2 CH2 CH3. ഇത് പെൻറ്റ് 2 1, പെൻറ്റാൻ 3 1 ഇത് തന്നെയാണ് കേട്ടോ. പെൻറ്റാൻ 3യുടെയും പൊസിഷൻ 3ാമത്തേൽ കാണിക്കേണ്ടതാണ്. അതാണ് അങ്ങോട്ട് മാറി വന്നിരിക്കുന്നത്. ഇത് അതിൻ്റെ ഇത് ഇതിൻ്റെയാണ് കേട്ടോ. അത് ശരിയായിട്ട് എഴുതി കാണിക്കാം. CH3 CH2 CO CH2 CH3. ഓക്കെ, ഇത് തിരിച്ചായി പോയതാണ്, സോറി. ഇത് അതിൻ്റെ ആയിരുന്നു. അതിപ്പോൾ നമ്മൾ കറക്റ്റ് ആക്കിയിട്ടുണ്ട്. CH3 CH2 CO CH2 CH3. പെൻറ്റാൻ 2 ആണെങ്കിൽ 2ാമത്തെ പൊസിഷനിലും, പെൻറ്റാൻ 3 ആണെങ്കിൽ 3ാമത്തെ പൊസിഷനിലുമാണ്. നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ ഇതാണ് കറക്റ്റ് ആയത് കേട്ടോ. നെക്സ്റ്റ് വരുന്നത് 10ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആണ്. 10. Copper rod is dipped in silver nitrate solution. What is the change in color that takes place in the solution ആണ്. Color of the solution turns blue ആണ്. Which metal is oxidized here? Copper is oxidized. ഇനി 11, an ore is selected from minerals. ഒരു minerals എന്നൊരു ore select ചെയ്തു. Write any 4 qualities of mineral which is used as an ore to extract a metal.
അപ്പോൾ ഒരു മെറ്റലായിട്ട് ഒരു ഓർ എക്സ്ട്രാക്ട് ചെയ്യുകയാണെങ്കിൽ അതിന് എന്തൊക്കെ ക്വാളിറ്റീസ് ആണ് എന്നുള്ളതാണ്. ഈസി അവൈലബിലിറ്റി 11ന്റെ ആൻസർ ആണ്. ഈസി അവൈലബിലിറ്റി, ഹൈ മെറ്റൽ കണ്ടന്റ്, ഈസി സെപ്പറേഷൻ, ലോ എക്സ്ട്രാക്ഷൻ കോസ്റ്റ്. ഇനി നമുക്ക് 12ാമത്തെ ചോദ്യമുണ്ട്. 12 വരുന്നത് സ്റ്റാർട്ടിംഗ് ഫ്രം ഈഥൈൻ ഹൗ വിൽ യു പ്രൊഡ്യൂസ് ദ ഫോളോയിങ്. എയ്തീൻ, പൊളിത്തീൻ, ക്ലോറോ ഈഥേനും ഉണ്ട്. അല്ലെങ്കിൽ 12B വാട്ട് ഈസ് കണ്ടൻസേഷൻ പോളിമറൈസേഷൻ. ബി റൈറ്റ് വൺ എക്സാമ്പിൾ ഫോർ എ കണ്ടൻസേഷൻ പോളിമർ ആൻഡ് റൈറ്റ് ദ നെയിംസ് ഓഫ് ഇറ്റ്സ് മോണമേഴ്സ്. അപ്പോൾ 12 നമുക്ക് എന്തുണ്ട്? എ ബി സി ചെയ്യാനുണ്ട്, ഓർ ബിയും ചെയ്യാനുണ്ട്. അപ്പോൾ 12 നമുക്ക് 12, 13, 14, 15, 16 ഇത്രയും ക്വസ്റ്റ്യൻ്റെ ആൻസർ ഒരുമിച്ചാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പറും ആൻസറും നിങ്ങൾ നോക്കിക്കോളൂ. 12Aയുടെ ആൻസർ, എ ക്വസ്റ്റ്യൻ ആൻസർ ഈഥൈൻ ആണ്. ഈഥൈൻ ഈഥീനായിട്ട് മാറുന്നു. അപ്പോൾ നമുക്ക് എന്താണ്? C2H2. ഇതെല്ലാം ഇങ്ങനെയാണ്. C2H2 പ്ലസ് H2 എല്ലാം അടിയിലാണ് ഈ 2 വരേണ്ടത് കേട്ടോ. ദെൻ C2H4. ഓക്കെ, ഇത് അങ്ങനെ വരും. പിന്നെ പോളിത്തീൻ ഫോർമേഷൻ ഇതാണ്. NCH2 ഡബിൾ ബോണ്ട് CH2 ഗിവ്സ് ഇതുപോലെ CH2 N വരും. ഇത് എപ്പോഴും പോളിത്തീൻ അങ്ങനെയാണ് വരിക. പിന്നെ ഈഥീൻ, ക്ലോറോ ഈഥേൻ കാണിക്കണമെങ്കിൽ നമ്മൾ ഇതുപോലെയാണ്. ഈഥീനാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഈഥീനാണ് എങ്ങനെയാണ്? CH2 ഡബിൾ ബോണ്ട് CH2 പ്ലസ് HCl ഗിവ്സ് ക്ലോറോ ഈഥേൻ ആവുമ്പോൾ, എയിനാവുമ്പോൾ സിംഗിൾ ബോണ്ടാണ് CH3 CH2 Cl. ഇതെല്ലാം ഈ അടിയിൽ ആണ് 2 വരേണ്ടത് കേട്ടോ. ഇനി ഓർ 12B എ കണ്ടൻസേഷൻ പോളിമറൈസേഷൻ പോളിമർ ഫോർമേഷൻ വിത്ത് എലിമിനേഷൻ ഓഫ് സ്മോൾ മോളിക്യൂൾസ്. ബിയുടെ എക്സാമ്പിൾസ് എഴുതാനാണ് 12B. ബിയുടെ എക്സാമ്പിൾ നൈലോൺ, സിക്സിക് മോണോമേഴ്സ്, അഡിപ്പിക് ആസിഡ് ആൻഡ് ഹെക്സാമെത്തിലൈൻ ഡയമീൻ. ഓക്കെ, ഇനി 13A ആണ്. 13Aയിൽ നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ടെന്ന് ആദ്യം എടുത്ത് എഴുതുക. വി വോളിയം 10 ലിറ്റർ, ടി തന്നിട്ടുണ്ട്, 77 ഡിഗ്രി സെൽഷ്യസ് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ 77 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ 350 കെൽവിൻ. അതുപോലെ തന്നെ ടി 7 ഡിഗ്രി സെൽഷ്യസ് 280 K തന്നിട്ടുണ്ട് കെൽവിനിൽ. ഇനി നമ്മൾ ചാൾസ് ലോ ഉപയോഗിക്കുക. V by T equal to V by TV ചെയ്തിട്ട് ഇറ്റ് ഈസ് ഈക്വൽ ടു 10 × 280/350 ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ ആണ് ഇത് കേട്ടോ. ഇനി നമുക്കിത് ചാൾസ് ലോ ഉപയോഗിച്ച് ചെയ്യാം. ഇതിൻ്റെ ക്വസ്റ്റ്യൻ ഒന്ന് കാണിച്ചു തരാം. ചാൾസ് ലോ ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. 13ാമത്തെ ചോദ്യം ഇതാണ്. When a fixed mass of a gas kept at a pressure of 2 atm is heated to a temperature of 77 degrees Celsius, its volume became 10 liter. What will be its volume when it is cooled to a temperature of 7 degrees Celsius at the same pressure? അപ്പോൾ ഇതാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ ഇതിൽ നമ്മളിത് ചാൾസ് ലോ ഉപയോഗിച്ച് തന്നെയാണ് നമ്മൾ ചെയ്യുക. പതിനാലാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം നമ്മൾ 8 ലിറ്റർ കിട്ടി. അപ്പോൾ ഇത് ഏതാ ചോദ്യം നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബാക്കിലോട്ട് പോയത്. നമ്മളിവിടെ ചാൾസ് ലോ ഉപയോഗിച്ച് തന്നെയാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇതിന് മുമ്പുള്ള ഈ പോയിന്റിൽ വരുന്നതൊന്നും വേണ്ട കേട്ടോ. 8 ലിറ്ററിന് മാത്രം നിങ്ങൾ എഴുതിയാൽ മതിയാകും. നിങ്ങൾക്ക് ഫോർമുല അറിയാലോ അല്ലേ? ചാൾസ് ലോൻ്റെ V1/T1 = അത് കിട്ടിയിട്ട് വേണം ഇതിൽ ചെയ്യണമെങ്കിൽ. അപ്ലൈയിങ് ചാൾസ് ലോ ഉപയോഗിച്ചു. ചാൾസ് ലോ ആൻസർ. ഇനി 14 സബ്ഷൽ കോൺഫിഗറേഷൻ ഓഫ് M ആണ്. 1s2 ഇതും അതുപോലെ തന്നെയാണ്. 1s2 2s2 എന്ന് എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് തെറ്റണ്ട. 1s2 2s2 2p6 3s2 3p6 4s1 3d10 ആണ്. ദെൻ ബിയുടെ ആൻസർ വരുന്നത് 1s2 2s2 2p6 3s2 3p6 3d10. ഇനി അടുത്തത് അതിൽ തന്നെ അടുത്ത ആൻസർ വരുന്നത് 1s2 2s2 2p6 3s2 3p6 3d9 ആണ്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് 15A ആണ്. സെയിം പീരീഡ് എലമെന്റ്സ് ബി ആൻഡ് ഡി ആണ്. അതുപോലെ തന്നെ 15B എലമെന്റ് ബി ഗ്രൂപ്പ് 7ലും പീരീഡ് 4ഉമാണ്. ദെൻ സി എലമെന്റ് ഇൻ സെയിം ഗ്രൂപ്പ് ഏതൊക്കെയാണ്? എയുടെ കൂടെ തന്നെ ആസ് എ സി ആണ് കേട്ടോ, സെയിം ആയിട്ട് വരുന്നത്. നമുക്ക് അവിടെ 15ന്റെ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. നമ്മൾ ക്വസ്റ്റ്യൻ അവിടെ പറയുന്നതുകൊണ്ടാണ് അത്ര ക്ലിയർ ആവാത്തത്. നമുക്കിവിടെ ABCD എന്ന് പറയുന്ന
തന്നിരിക്കുന്ന സിംബലൈസ് ചെയ്താണ് തന്നിരിക്കുന്നത്. ഏതാണ് എലമെന്റ് എന്ന് കറക്റ്റ് ആയിട്ട് തന്നിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? വിച്ച് ഓഫ് ദ ബിലോങ് ടു സെയിം പീരീഡ്, ഒരേ പീരീഡിൽ ഏതാണ്, ഒരേ ഗ്രൂപ്പിൽ ഏതാണ്, റൈറ്റ് ഗ്രൂപ്പ് ആൻഡ് പീരീഡ് ഓഫ് ബിയുടെ ഗ്രൂപ്പ് ആൻഡ് പീരീഡ് ചോദിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ സെലക്ട് ദ എലമെന്റ് വിച്ച് ബിലോങ്സ് ടു ദ സെയിം ഗ്രൂപ്പ് ഓഫ് എ ചോദിച്ചിട്ടുണ്ട്. എയിൽ വരുന്നതും ചോദിച്ചിട്ടുണ്ട്. അതാണ് നമ്മൾ ഈ പറഞ്ഞത്. ഗ്രൂപ്പ് 7ഉം പീരീഡ് 4ഉമാണ് ബിയുടെ ആൻസർ. സിയുടെ ആൻസർ വരുന്നത് സെയിം സി ആണ് വരിക കേട്ടോ. അടുത്തത് 16 ആണ്. 16 എയുടെ ആൻസർ ആണ് ഈ പറയുന്നത്. 16 എ ഓർ ബി ക്വസ്റ്റ്യൻ ഉണ്ട്. 16 എയുടെ എ ആണ്. മെഗ്നീഷ്യം കോപ്പറും എംജിയും സിയു സെൽ ഗിവ്സ് ഹയർ വോൾട്ടേജ് ഡ്യൂ ടു ലാർജർ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ബിയുടെ ആൻസർ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രോൺ ഫ്ലോ എപ്പോഴും മെഗ്നീഷ്യത്തിൽ നിന്ന് കോപ്പറിലേക്ക് ആയിരിക്കും. സിയുടെ ആൻസർ ആനോഡ് റിയാക്ഷൻ ആണ്. സിങ്ക് ഗിവ് Zn2 പോസിറ്റീവ് പ്ലസ് 2 ഇലക്ട്രോൺ നെഗറ്റീവ് ആണ് കേട്ടോ. ഇനി 16 ബിയിലെ ഓർ ക്വസ്റ്റ്യൻ ആൻസർ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. അതിൽ എയുടെ ആൻസർ ആണ് കേട്ടോ. എല്ലാം മാർക്ക് ചെയ്തിട്ടുണ്ട്. ബിയുടെ ആൻസർ മെഗ്നീഷ്യം 2 എന്തായിട്ട് മാറും? AG. ഓക്കെ. ഇനി 17ാമത് നമുക്ക് 2 ഗ്രാഫുകൾ തന്നിട്ടുണ്ട്. വോളിയം ഓഫ് എ ഗ്യാസ് കെപ്റ്റ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ ആർ ഗിവൺ. ഗ്രാഫ് വിച്ച് ഓഫ് ദീസ് ഗ്രാഫ്സ് ഇലസ്ട്രേറ്റ് അവഗാദ്രോ ലോ. അവഗാദ്രോ ലോ ഏതിലാ പറയണത്? എന്താണ് അവഗാദ്രോ ലോ എന്നും നമുക്ക് എന്താണ് അവഗാദ്രോ ലോ എന്നും നമുക്കിവിടെ വേണം. ഇഫ് ദ വോളിയം ഓഫ് 20 മോളിക്യൂൾസ് ഓഫ് 20 mole of gas kept at a fixed temperature and pressure is 640 liter. What is the volume of 5 moles of gas kept at the same temperature and pressure ആണ് ചോദ്യം വരുന്നത്. അപ്പോൾ 17 ABC നോക്കാം. 17 എയിലെ ആദ്യത്തെ ആൻസർ വരുന്നത് ബി ആണ്. ഓപ്ഷൻ ബി ആണ്. അതായത് ഈ ഗ്രാഫ് കേട്ടോ, ഗ്രാഫ് ബി ആണ് ആദ്യത്തെ. ഏത് ഗ്രാഫാണ് അവഗാദ്രോ ലോ ഫോളോ ചെയ്യണമെന്ന് ചോദിച്ചാൽ ഗ്രാഫ് ബി ആണ് കേട്ടോ. അത് ഗ്രാഫ് ബി ആണ്. ഇനി ബിയുടെ ആൻസർ അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ വോളിയം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു നമ്പർ ഓഫ് മോൾസ് ആണ്. ഇനി സിയുടെ ആൻസർ വരുന്നത് V1/N1 = V2/N2. ദെൻ V2 കാണണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 640 × 5/20 ചെയ്യുക. V2 വോളിയം എന്ത് കിട്ടും? 160 ലിറ്ററിന് ആൻസർ കിട്ടും. അപ്പോൾ 17 ബിയുടെ ആൻസർ 17 എ ബി സി എ ബി സിയുടെയും കഴിഞ്ഞു കേട്ടോ. ഇനി നെക്സ്റ്റ് വരുന്നത് 18 ആണ്. 18 എ ഓർ ബി ക്വസ്റ്റ്യൻ ഉണ്ട്. 18 എ ദ അറ്റോമിക് മാസ് ഓഫ് കാർബൺ 12 തന്നിട്ടുണ്ട്. ഓക്സിജന്റെ 16. എ ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ മോളാർ മാസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. ബി വാട്ട് ഇസ് ദ വോളിയം ഓഫ് 80 gram of CO2 gas kept at STP. C how many molecules are there in 440 gram of CO2. D how many grams of carbon should be burned to get 88 gram of CO2 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 18 എയുടെ ആൻസേഴ്സ് ഒന്ന് നോക്കാം. 18 എയുടെ ആൻസർ വരുന്നത് എ ക്വസ്റ്റ്യൻ്റെ ആൻസർ മോളാർ മാസ് ഓഫ് CO2 44 gram ആണ്. ബി വോളിയം എന്താണ്? STPയിൽ 448 ലിറ്റർ. സിയുടെ ആൻസർ നമ്പർ ഓഫ് മോളിക്യൂൾസ് 10 × 6.02 2 × 10⁻23. ഡിയുടെ ആൻസർ മോളാർ മാസ് വരുന്നത് 44 gram തന്നെയാണ്. ബിയുടെ ആൻസർ വോളിയം ഓഫ് 880 gram 448 തന്നെ വരും. ദെൻ നമ്പർ ഓഫ് മോളിക്യൂൾസ് ABCD ഒരു മിനിറ്റ് റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ടോ? ഓക്കെ, റിപ്പീറ്റേഷൻ വന്നതാണ്. ഇത് റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾ എഴുതണ്ട. ഇത് റിപ്പീറ്റേഷൻ ആണ്. ബിയും സി റിപ്പീറ്റേഷൻ ആണ്. അത് വേണ്ട. മോളാർ മാസ് റിപ്പീറ്റേഷൻ ആണ്. നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ റിപ്പീറ്റേഷൻ വരുന്നതാണ് കേട്ടോ. ഞാനിവിടെ കറക്റ്റ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒന്നുകൂടി നോക്കാം. 18 എ ആൻസർ മോളാർ മാസ് 44 gram. ബി വോളിയം ഓഫ് 880യുടെ 448 വരുന്നുണ്ട്. നമ്പർ ഓഫ് മോളിക്യൂൾസ് നമ്മൾ 10 × അവഗാദ്രോ നമ്പർ എഴുതുക. ഇനി ഡിയുടെ ആൻസർ വരുന്നത് 12 gram C + 32 gram O2 എന്ത് വരും? 44 gram CO2 എന്ന് വരും. 88 gram CO2 ഫോംഡ് ഫ്രം ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. 12/44 × 88 ചെയ്യുക. അപ്പോൾ 24 gram എന്ന് കിട്ടും കേട്ടോ ആൻസർ. മാസ് ഓഫ് കാർബൺ റിക്വയർ അപ്പോൾ 24 ആണ്. ഇതാണ് നമ്മുടെ 18 എയുടെ ഡിയുടെ ആൻസർ വരിക. ഓക്കെ, 24 gram. അപ്പോൾ ABCDയുടെ ആൻസർ ഒന്നുകൂടി പറയാം. തെറ്റണ്ട എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. ഇതാ ഈ ഞാൻ വെട്ടിയിരിക്കുന്ന ഒന്നും വേണ്ട, ഒന്നുകൂടി കാണിച്ചു തരാം വേറെ കളറിൽ.
നോക്കിക്കോളൂ. ആദ്യത്തെ ഇത് കറക്റ്റാണ്, രണ്ടാമത്തെ ബിയുടെ കറക്റ്റാ, മൂന്നാമത്തെ സി ഇതാണ്, നാലാമത്തെ ഡി ഇതാണ്. ആൻസർ 24. ഇനി തെറ്റില്ല എന്ന് കരുതുന്നു. 18 ബി ആണ് ഇനി പറയാൻ പോകുന്നത്. ABC. N2 reacts with H2 to form NH3 ആണ്. റൈറ്റ് ദ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ ഓഫ് ദിസ് റിയാക്ഷൻ ആണ് ആദ്യം തന്നെ പറയുന്നത്. അത് ആദ്യം നോക്കാം. ഇതാ N2 + 3H2 gives 2NH3. ഇനി ബി എന്താണ് ചോദ്യം വരുന്നത്? ബിയുടെ ക്വസ്റ്റ്യൻ വരുന്നത് വാട്ട് ഇസ് ദ മാസ് ഓഫ് നൈട്രജൻ റിക്വയർഡ് ടു ഗെറ്റ് 68 gram ഓഫ് NH3 ആണ് വരുന്നത്. അതിൻ്റെ ഉത്തരം വരുന്നത് 56 gram ആണ്. പിന്നെ നമുക്ക് വരുന്നത് ഹൗ മെനി മോൾസ് ഓഫ് N2 വിൽ ബി റിമൈൻഡ് ഇഫ് 60 gram ഓഫ് H2 റിയാക്ട്സ് കംപ്ലീറ്റ്ലി വിത്ത് 560 gram ഓഫ് N2 ആണ്. അതിൻ്റെ ഉത്തരം വരുന്നത് N2 റിക്വയർഡ് ഫോർ 30 mol H2 ടു റിയാക്ട് N2 ഈക്വൽ ടു 30/3 10 mol കിട്ടും. ടോട്ടൽ നൈട്രജൻ 20 ആണ്. സോ റിമൈനിങ് N2 20 - 10 10 moles കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് ഇത് വരിക കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ ചെയ്തതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അപ്പം തന്നെ ഇതിൽ കറക്റ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് പെട്ടെന്ന് ചെയ്തതായതുകൊണ്ട് ചിലപ്പോൾ ടൈപ്പിംഗ് എററൊക്കെ വരുന്നതാണ് കേട്ടോ ഇത്. അപ്പോൾ കറക്ഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും പിൻ ചെയ്ത് വെക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും കറക്ഷൻ ഇതിൽ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. പെട്ടെന്ന് ചെയ്തതായതുകൊണ്ട് തെറ്റുകൾ വരാം. മാക്സിമം കറക്റ്റായിട്ട് തന്നെയാണ് നമ്മൾ ആൻസേഴ്സ് ചെയ്യുന്നത്. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.